ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ് 2025 വാർഷിക പരീക്ഷ നടന്നതിൻ്റെ ദുറൂസുൽ ഇസ്ലാം 2 11ാമത്തെ പാഠം മുതൽ 20ാമത്തെ പാഠം വരെ 2025 നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിം ആയതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങൾ ഏറ്റ ഒരു സ്വഹാബി. മുസ്ലിം ആയതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങളേറ്റ ഒരു സ്വഹാബി ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. മുസ്ലിം ആയതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങളേറ്റ സ്വഹാബി. നമ്മൾ പാഠത്തിൽ കുറേ സ്വഹാബികളുടെ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തതാ, അല്ലാഹു തആല ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ച റഹ്മത്ത് എത്രയാണ്? അല്ലാഹു തആലാക്ക് 100 റഹ്മത്ത് ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ജീവികൾക്കും മനുഷ്യർക്കും എല്ലാം വീതിച്ച് നൽകിയത്. ബാക്കി 99 റഹ്മത്ത് ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. തൻ്റെ അടിമക്ക് നൽകാൻ വേണ്ടിയിട്ട് ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് 99. അടുത്തതാ, ഹജ്ജത്തുൽ വദാ നടന്ന ഹിജ്റ വർഷം. ഹജ്ജത്തുൽ വദാ നടന്ന ഹിജ്റ വർഷം എന്താണ്? ഹിജ്റ 10ലാണ് ഹജ്ജത്തുൽ വദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് ഹിജ്റ 10ലാണ് നടന്നത്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത്, ഒരു മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് അതിൻ്റെ വിസ്തൃതി. എന്തിൻ്റെതാണ്? ഹൗലുൽ കൗസറിൻ്റെ വിസ്തൃതിയാണ്. ഹൗലുൽ കൗസറിൻ്റെ വിസ്തൃതി ഒരു മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് ഹൗലുൽ കൗസറിൻ്റെ വിസ്തൃതി. അടുത്ത, വമാ യുദ്രീക യൂനുസ് ഇബ്നു മത്ത. ഇത് ചോദിച്ചത് ആരാണ്? ഇത് ചോദിച്ചത് അദ്ദാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദാസ് റളിയല്ലാഹു അൻഹു ആണ് വമാ യുദ്രീക യൂനുസ് ഇബ്നു മത്ത എന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദാസ് ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിങ്ങൾക്ക് യൂനുസ് നബിയെ അറിയുമോ എന്ന്. യൂനുസ് ഇബ്നു മത്തയെ അറിയുമോ എന്ന് ചോദിക്കുകയാണ് അദ്ദാസ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദിച്ചത്, മനസ്സിലാക്കുക. അടുത്തതാ, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. എന്താണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ? അൽ കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാൻ. അദ്ദാസ് റളിയല്ലാഹു അൻഹു അന റജുലും മിൻ അഹ്ലി നീനവ നിവാസിയാണ്. അപ്പം അതിൻ്റെ സി എഴുതാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിബ്തു ഹയ്യം വ മയ്യിത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അറിഞ്ഞ് വീട്ടിലെത്തി. തിബ്തു ഹയ്യം വ മയ്യിത്തൻ, അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ എന്ന് പറയുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ഡി എന്താണ്? വാ കർബ അബാഹു ഉപ്പയുടെ വിഷമം എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി കരയാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഡി. അടുത്തത്, ആയിഷ റളിയല്ലാഹു അൻഹ, ഓപ്ഷൻ ഇ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കൽ. ആയിഷ ബീവി ചോദിക്കുന്നു, സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കില്ലേ എന്ന് മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്. അപ്പോൾ അത് ഓപ്ഷൻ ഇ ഏതാ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ്? ഇദ്ഹബു അൻതും തുലക്കാ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ് എന്ന് പറയുന്നുണ്ട് ഖുറൈശികളോട്. അപ്പോൾ ഓപ്ഷൻ ബി ഇദ്ഹബു അൻതും തുലക്കാ എന്നത്. അപ്പോൾ അത് മനസ്സിലാക്കട്ടെ. അതുപോലൊക്കെ വരാം. അതുപോലെ നമുക്ക് പാഠത്തുനിന്ന് വരുന്ന അറബികളോ പാഠത്തിൻ്റെ അടിയിൽ വരുന്ന ബോക്സുകളൊക്കെ മനസ്സിലാക്കിയ വെക്കുക. ഇതേപോലെ വരാം. അടുത്തത്, പൂരിപ്പിക്കാനുണ്ട്. വിചാരണയ്ക്ക് ശേഷം ഡാഷ് മീസാനിൽ തൂക്കും. എന്താണ് തൂക്കുക? അമലുകളാണ്. വിചാരണയ്ക്ക് ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. ഇതിൽ തന്നെ ചോദ്യം എങ്ങനെ വരാം? വിചാരണയ്ക്ക് ശേഷം അമലുകൾ തൂക്കും. എവിടെ? മീസാനിൽ. അമലുകൾ മീസാനിൽ തൂക്കും. അമലുകൾ മീസാനിൽ തൂക്കും എപ്പോഴാണ്? വിചാരണയ്ക്ക് ശേഷമാണ് അമലുകൾ മീസാനിൽ തൂക്കും. അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത്, ഹുദൈബിയ സന്ധി നടന്നത് ഹിജ്റ 6ാം വർഷമാണ്. ഹിജ്റ 6ാം വർഷം ഹുദൈബിയ സന്ധി നടന്നത്. ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് മാതാപിതാക്കൾക്കാണ്. അടുത്തത്, ഹജ്ജത്തുൽ വദാഇലെ ഡാഷിൽ പരം സഹാബികൾ പങ്കെടുത്തു. എത്രയായിരുന്നു? 1,00,000 പരം സഹാബികൾ പങ്കെടുത്തിട്ടുണ്ട് ഹജ്ജത്തുൽ വദാഇൽ. മഹ്ശറയിലെ ഒരു ദിവസത്തിന് ഡാഷ് വർഷത്തെ ദൈർഘ്യമുണ്ട്. മഹ്ശറയിലെ ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുണ്ട്. അമ്പിയാക്കൾ
ഡാഷ് ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും. എങ്ങനെയാണ്? അമ്പിയാക്കൾ ഹിസാബില്ലാതെ, അമ്പിയാക്കളും അല്ലാഹു തആല പ്രത്യേകം ആദരിച്ചവരും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. അപ്പോൾ അത് ഹിസാബില്ലാതെ മനസ്സിലാക്കുക. അടുത്തത്, ഇസ്ലാമിൻ്റെ ജീവനും നെടുന്തൂണുമാണ് എന്ത്? അറിവ്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനും നെടുന്തൂണുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ഏതായിരുന്നു? തിങ്കളാഴ്ചയാണ് വഫാത്തായ ദിവസം. ഖബറടക്കം നടന്നത് എന്താണ്? ബുധനാഴ്ചയാണ്. മനസ്സിലാക്കുക. അടുത്തത്, ഫതഹു മക്ക നടന്ന ഹിജ്റ വർഷം. ഫതഹു മക്ക നടന്നത് ഹിജ്റ 8-ലാണ്. ഫതഹു മക്ക ഹിജ്റ 8-ലാണ്. ഹിജ്റ 10-ലാണ് ഹജ്ജത്തുൽ വദാ. ഹിജ്റ 11-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്. ഒക്കെ അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത്, തൂങ്ങി ഉറക്കം എന്നതിൻ്റെ അറബി പദം സിനത്തുൻ. സിനത്തുൻ എന്നാണ്. നമ്മൾ ആയത്തുൽ കുർസി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന ഒരു അറബി വേർഡ്സാണ്. അപ്പോൾ അറബി ചാപ്റ്ററിൽ നിന്നാണ് ഇങ്ങനെയുള്ള അറബി മീനിങ്, അർത്ഥം എഴുതാനൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ തദ്രിബാത്തിൽ വരുന്ന ഭാഗം പ്രത്യേകം മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്തത്, ഏത് ഭരണാധികാരിക്കാണ് അർഷിൻ്റെ തണൽ ലഭിക്കുക? ഏത് ഭരണാധികാരിക്കാണ്? നീതിമാനായ ഭരണാധികാരിക്കാണ്. 7 വിഭാഗം ആളുകൾ അല്ലാഹു തആല അർഷിൻ്റെ തണൽ നൽകി ആദരിക്കുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായ ആത്മബന്ധമുള്ള വ്യക്തി, നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നീതിമാനായ ഭരണാധികാരിയാണ്. അടുത്തത്, ശർഇയായ ഇൽമ പഠിക്കുന്നതിൻ്റെ വിധി എന്ത്? ശർഇയായ ഇൽമ പഠിക്കൽ നിർബന്ധമാണ്. നിർബന്ധമാണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയും. അടുത്ത്, ഫതഹു മക്ക ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോട് ചോദിച്ചതെന്ത്? എന്താണ് ചോദിച്ചത്? നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതാണ് ഫതഹു മക്ക ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളോട് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിസ്മി ചൊല്ലി മുന്തിരി കഴിച്ചപ്പോൾ അദ്ദാസ് പറഞ്ഞതെന്ത്? എന്താ പറഞ്ഞത്? ഈ സംസാരം ഈ നാട്ടുകാരുടേതല്ലല്ലോ, ഈ നാട്ടുകാർ ഇങ്ങനെ പറയാറില്ല എന്നാണ് അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അടുത്തത്, മഹ്ശറയിൽ ആരും ആരെയും ഓർക്കാത്ത ഒരു അവസരം. 3 സമയങ്ങളിൽ ആരും ആരെയും ഓർക്കുകയില്ലാതെ പഠിച്ചിട്ടുണ്ട്. മീസാനിൽ കനം തൂങ്ങുമോ കുറയുന്നോ അറിയുന്നത് വരെ, നന്മ തിന്മകളെ വലത് കൈയിലാണോ ഇടത് കൈയിലാണോ തരുന്നത് അറിയുന്നത് വരെ, സിറാത്ത് വിട്ടുകടക്കുന്നത് വരെ ആരും ആരെയും ഓർക്കില്ലാതെ പഠിച്ചു. അപ്പോൾ അതൊന്ന് എഴുതുക. അടുത്തത്, അനാഥകളെ സംരക്ഷിക്കുന്നവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? എന്താ പറഞ്ഞത്? നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. അടുത്തത്, ദരിദ്രരായ മുഹാജിറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതെന്ത്? അവസാനത്തെ അറബി ചാപ്റ്റർ ഉണ്ടായിരുന്നു, അതെന്താണ് വന്നത്? എന്താ കൽപ്പിച്ചത്? 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലാൻ പാവപ്പെട്ട മുഹാജിറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നു എവിടെയാണ്? മസ്ജിദുൻ നബവിയിലെ പച്ചക്കുബ്ബക്ക് താഴെ. മസ്ജിദുൻ നബവിയിലെ പച്ചക്കുബ്ബക്ക് താഴെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇനി 5 വരി കുറയാതെ എഴുതാൻ. എന്താണ്? ഇൽമിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ഇൽമിൻ്റെ മഹത്വം നമ്മൾ നൂറുല്ലാഹി തആല എന്ന പാഠത്തിൽ നിന്നാണ് എഴുതേണ്ടത്. മനുഷ്യന് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായത് ഇൽമാണ്. ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്ജിസായ പരിശുദ്ധ ഖുർആൻ ഇൽമിൻ്റെ കലവറയാണ്. ഇഹലോകത്ത് വിജയം നേടാൻ അറിവ് ആവശ്യമാണ്, പരലോകത്ത് വിജയം നേടാനും അറിവ് വേണം. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനും അറിവ് വേണം.
അറിവില്ലാതെ ഹലാലും ഹറാമും വേർതിരിച്ചറിയാൻ കഴിയില്ല. ശർഇയായ ഇൽമ് നേടൽ വാജിബാണ്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനും ദീനിൻ്റെ നെടുന്തൂണുമാണ്. ഇഹലോകത്ത് മനുഷ്യജീവൻ സുഖകരമാക്കാൻ ആവശ്യമായ വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ അറിവുകളും നേടൽ ഫർള് കിഫായിൽപ്പെട്ടതാണ്. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി ആകാശഭൂമിയിലുള്ള സകല ജീവികളും കടലിലെ മത്സ്യങ്ങൾ വരെയും പൊറുക്കലിനെ തേടും. അപ്പോൾ അതൊക്കെ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് ഇതുപോലെ വന്നാലേ എഴുതാൻ കഴിയണം. അപ്പോൾ ഓരോ പാഠത്തുനിന്നും 5 വരി കുറയാതെ ദില്ലുൽ അർഷ്, ഹൗദുൽ കൗസറിനെ കുറിച്ച് എഴുതാൻ വരും. ഹൗദുൽ കൗസർ ലഭിക്കുന്നത് ആർക്ക്, അത് ലഭിക്കുകയില്ല ആർക്ക്, എല്ലാം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ഒരു ചോദ്യപേപ്പറും കൂടി ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അതൊക്കെ ഉപകാരപ്പെടുത്തണം. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.